ദിവ്യകാരുണ്യമായി മുറിയപ്പെടുന്ന ജീവിതങ്ങൾ. അതെ, മുറിയപ്പെടുമ്പോഴാണ് അത് കാരുണ്യമാകുന്നത്. തൃശ്ശൂരിനടുത്ത് MCBS സഭയുടെ തണലിൽ ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കിലച്ചനാൽ സ്ഥാപിതമായ ആകാശപ്പറവകൾക്കായുള്ള ഈ ദിവ്യഹൃദയാശ്രമത്തിൻ്റെ കവാടത്തിനു ചാരെ ഈ പൂമരക്കൊമ്പിൽ ഇന്നൊരു കിളിക്കൂടുണ്ട്. പൂമരത്തിൻ്റെ ചില്ലയിൽ മുറിവേറ്റ് രൂപം കൊണ്ട ഒരു കിളിക്കൂട്. തൻ്റെ ചില്ലയിൽ ചേക്കേറിയ ആ കിളിക്കും കുഞ്ഞുങ്ങൾക്കും ഹൃദയത്തിൽ ഇടം നൽകിയ ഈ പൂമരത്തിൻ്റെ സ്നേഹം പോലെ. മദർ തെരേസയുടെ പുണ്യകരങ്ങളാൽ സ്ഥാപിതമായ ഈ കൂടാരത്തിൽ ഈ ആരോരുമില്ലാത്തവരോടൊപ്പം കഴിഞ്ഞ 22 വർഷമായി അവർക്കു വേണ്ടി അവരിൽ ഒരാളായി അവരോടൊപ്പം ഉണ്ടും ഉറങ്ങിയും കഴിയുന്ന ഒരു വൈദികനുണ്ട്. ഇത് എൻ്റെ ശരീരവും രക്തവുമാകുന്നു എന്ന് പറഞ്ഞ് കാരുണ്യമായി കാൽവരിയിലേക്ക് നടന്നു കയറിയ ക്രിസ്തുവിനെ പിൻചെന്നുകൊണ്ട് ഇവർക്കു വേണ്ടി മുറിയപ്പെടുന്ന ഒരു വൈദികൻ. ദിവ്യകാരുണ്യ മിഷണറി സഭയുടെ ദിവ്യകാരുണ്യ ചൈതന്യം അനേകർക്ക് പകർന്നു നൽകുന്ന ഫാദർ ജോർജ് കണ്ണംപ്ലാക്കൽ MCBS. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൻ്റെ കാലടിപ്പാടുകൾ പിൻചെന്നും സഭാസ്ഥാപകൻ മാത്യു ആലക്കളം അച്ഛൻ്റെ ദർശനങ്ങളും ഹൃദയത്തിൽ സ്വീകരിച്ച് ചെന്നായ്പാറയുടെ ഈ മലയിടുക്കിലെ കുന്നിൻ ചെരുവിലെ ഈ സ്നേഹകൂടാരത്തിൽ കണ്ണീരണിഞ്ഞ ഈ ജീവിതങ്ങളോടൊപ്പം വിശുദ്ധ കുർബാനയുടെ ജീവിത സാക്ഷ്യമായി ഈ വൈദികൻ മുറിയപ്പെടുന്നു. തൻ്റെ ദിവ്യകാരുണ്യ അനുഭവങ്ങളും ആകാശപ്പറവകളിലേക്ക് കടന്നുവന്ന വഴികളും കണ്ണംപ്ലാക്കലച്ചൻ പങ്കുവയ്ക്കുന്നു. ദിവ്യകാരുണ്യ മിഷണറി സഭയുടെ സാമൂഹ്യ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് സ്നേഹബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കലച്ചലിലൂടെ ആകാശപ്രഭകളുടെ കൂട്ടുകാരെന്ന പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ഞാനിതിലേക്ക് കടന്നു വരാൻ ഒരു സാമൂഹിക പശ്ചാത്തലമുണ്ട്. ഒന്ന്, എൻ്റെ കുടുംബത്തായിരുന്ന സാഹചര്യത്തിൽ ഒരു കർഷക കുടുംബമാണെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ ചുറ്റുപാടുള്ള ഏറ്റവും സാധാരണ ആളുകളുടെ വീടുകളിൽ പോവുകയും അവരെ ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയും ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അവരപ്രകാരം ചെയ്യുന്നത് കാണാനിട വന്നിട്ടുണ്ട്. അതുപോലെ അഗതികളും നിരാലംബര യാചകരുമായിട്ടുള്ള ആളുകൾ എൻ്റെ വീട്ടിൽ വന്ന് അവർക്ക് ഭക്ഷണം കഴിക്കുന്നതും പല രാത്രികളിലും അവർ എൻ്റെ വീട്ടിൽ തങ്ങിയിട്ട് പോകുന്നതൊക്കെ കാണാനിട വന്നിട്ടുണ്ട്. തുടർന്ന് വൈദിക പരിശീലനത്തിന് വേണ്ടി ദിവ്യകാരുണ്യ മിഷണറി സഭയിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ പലപ്പോഴും ജോർജ് കുറ്റിക്കലച്ചനെ കാണാറുണ്ടായിരുന്നു. ഒരു പ്രത്യേക പ്രവാചക ദൗത്യം നിറവേറ്റുന്ന അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിയിൽ ഞാൻ പലപ്പോഴും ആകർഷിതനുമായിരുന്നു. പിന്നീട് പലപ്പോഴും അദ്ദേഹം കാണുമ്പോൾ എന്നോട് പറയുമായിരുന്നു, എൻ്റെ കൂടെ എൻ്റെ പിന്നാലെ വരണമെന്ന്. തുടർന്ന് വൈദിക പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ദൈവശാസ്ത്ര പഠനം നടത്തുമ്പോൾ സത്യദീപത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള യാചകരെ സംബന്ധിച്ച് ഒരു സർവേ നടത്താനിടയായി. അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങളുടെ ബാച്ചിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. അന്ന് കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ ഇതുപോലെ യാചകരായിട്ടുള്ള ആളുകൾ കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് നേരിട്ട് അവരുടെ വിശദ വിവരങ്ങൾ അറിയാനിട വന്നു. അപ്പോൾ അവർ പലരും അവരഭിമുഖീകരിക്കുന്ന വേദനകളും വിഷമതകളും അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് അഭിമുഖീകരിക്കേണ്ടി വരുന്ന കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാനിടയായി. തുടർന്ന് ഞാൻ വൈദികനായി ഞങ്ങൾ പ്രഥമ ദിവ്യബലി അർപ്പിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ പ്രധാന ആശ്രമങ്ങളിൽ പോകുമായിരുന്നു. അങ്ങനെ ഇവിടെ ചെന്നായ്പാറ ആശ്രമത്തിൽ വന്നപ്പോൾ ഞാനായിരുന്നു ഇവിടെ മുഖ്യ കാർമ്മികനായിട്ട് ബലിയർപ്പിച്ചത്. ആ അവസരത്തിൽ ഞാൻ ഇങ്ങോട്ട് വരുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെങ്കിലും
ബഹുമാനപ്പെട്ട കുറ്റിക്കിലച്ചൻ എന്നെ അഭിസംബോധന ചെയ്തപ്പോൾ അന്നിവിടെ ഒരുമിച്ച് കൂടിയിരുന്നവരോട് പറഞ്ഞു, എൻ്റെ പിന്നാലെ ഇവിടേക്ക് വരാനുള്ള വ്യക്തിയാണ് ഞാനെന്ന്. തുടർന്ന് സഭ എന്നോട് അതിൻ്റെ പിറ്റേ വർഷം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരാൻ സന്നദ്ധനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പൂർണ്ണ മനസ്സോടെ ഇവിടേക്ക് വരികയും കഴിഞ്ഞ 22 വർഷങ്ങളായിട്ട് ഈ ശുശ്രൂഷയിൽ ഇവിടെ തുടരുകയും ചെയ്യുന്നു. തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടവരും ആരോരുമില്ലാത്തവരും, എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാതായവരും, വിശപ്പിൻ്റെ വേദനയാൽ തെരുവിൽ കണ്ണീരണിഞ്ഞവരും ഇവിടെ സ്നേഹത്തിൻ്റെ ഈ കൂടാരത്തിൽ ഒന്നിക്കുന്നു. ഈ ആശ്രമത്തിനു നടുവിൽ, ഈ ദിവ്യകാരുണ്യ തണലിൽ ഇവർ ചേക്കേറുന്നു. ഇവരുടെ കൂടെ എരിഞ്ഞു തീരുന്ന മെഴുകുതിരി പോലെ ഇവരോടൊപ്പം ഇവരിലൊരാളായി ഈ വൈദികനും എരിഞ്ഞു തീരുന്നു. അപ്പമായ ക്രിസ്തുവിനോട് ചേർന്ന് ഈ ജീവിതങ്ങൾക്ക് അപ്പനായി മാറുന്നു. അപ്പത്തിൽ നിന്നും അപ്പനിലേക്കുള്ള കാരുണ്യത്തിൻ്റെ സ്നേഹദൂരം. ദിവ്യകാരുണ്യ മിഷണറി സഭാംഗമായ ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കലച്ചലിലൂടെ സ്ഥാപിതമായ FBI ആകാശപർവ്വകളുടെ പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ ഭവനമാണ് ഇവിടെ ചെന്നായിപ്പാറയുള്ള ദിവ്യഹൃദയ ആശ്രമം. 1994 ജനുവരി 18 മദർ തെരേസ വന്ന് ഭദ്രദീപം കൊളുത്തി ആരംഭിച്ചതാണ് ഈ ഭവനം. ഇവിടെ ഇപ്പോൾ 350ഓളം അംഗങ്ങളുണ്ട്. അനേകം ആളുകളെ ഈ ഭവനം വഴിയായിട്ട് പുനരധിവസിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ ഏകദേശം 2 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾ മുതൽ ഒരു 95 വയസ്സ് വരെ പ്രായത്തിലുള്ള എല്ലാ പ്രായത്തിലും എല്ലാ അവസ്ഥകളിലുള്ള ആളുകളുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ അഭയം തേടി വന്നവരാണ് ഈ ആളുകളെല്ലാവരും തന്നെ. ദൈവത്തിൻ്റെ പരിപാലനയിൽ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഭവനമാണിത്. ഓരോ ദിവസത്തെയും വിശുദ്ധ കുർബാനയിലാണ് ഈ ഭവനത്തിൻ്റെ ആവശ്യങ്ങൾ മുഖ്യമായിട്ട് സമർപ്പിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ വലിയ ഉദാരത ഉൾക്കൊണ്ട അനേകം സന്മനസ്സുള്ള ആളുകൾ സ്വമേധയാ പങ്കുവച്ച് തരുന്ന സമ്പത്ത് കൊണ്ടും മറ്റു വിഭവങ്ങൾ കൊണ്ടുമാണ് ഈ ഭവനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മുമ്പോട്ട് പോകുന്നത്. ഒരേ സമയം വൈദികരും അൽമായരും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളും ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ ഭവനത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളിലും നമ്മുടെ ദിവ്യകാരുണ്യത്തിൻ്റെ മുഖമാണ് പ്രകടമായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്നു ചേരുന്ന അംഗങ്ങൾക്കെല്ലാം അവരുടെ ആവശ്യാനുസൃതം യഥാസമയം വേണ്ട കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു കൊടുക്കുന്നു. കുട്ടികൾ എല്ലാവരും പഠിക്കുന്നവരാണ്. അവരുടെ കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ച് ഏത് മേഖലയിൽ തുടർ വിദ്യാഭ്യാസം ആവശ്യമാണോ അതും ഇവിടെ ചെയ്തു കൊടുക്കുന്നു. മറ്റ് രോഗികളായിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഏറ്റവും വിദഗ്ധമായ ചികിത്സ ലഭിക്കുവാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ക്രമീകരിക്കുന്നു. അങ്ങനെ ഏത് അവസ്ഥയിൽ വന്ന വ്യക്തിയാണെങ്കിലും ഈ ഭവനത്തിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു സ്വന്തം ഭവനത്തിൽ വന്നതുപോലെയുള്ള പ്രതീതിയും സ്വാതന്ത്ര്യവും സമാധാന സന്തോഷവും അവർക്ക് ലഭിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ പരിമിതികൾക്കുള്ളിലും നമ്മൾ ക്രമീകരിച്ചു കൊടുക്കുന്നു. അൾത്താരയ്ക്കുമപ്പുറം ജീവിതം ബലിയേകുന്ന വൈദികൻ, ക്രൂശിതനോട് ചേർന്ന് കാരുണ്യത്തിൻ്റെ കാൽവരിയൊരുക്കുന്ന വൈദികൻ. ഈ സ്നേഹതീരത്തു നിന്നും ഒഴുകുന്ന കാരുണ്യമാണല്ലോ ഇന്ന് ലോകം തേടുന്ന ആശ്വാസത്തിൻ്റെ ഉറവ, ക്രിസ്തുവിൻ്റെ കാരുണ്യത്തിൻ്റെ ദിവ്യമായ ഉറവ, പെസഹ കുഞ്ഞാടിൻ്റെ സ്നേഹത്തിൻ്റെ നീരുറവ. ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ
സ്നേഹമേ ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ഇന്നാരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങു പൂർത്തിയാക്കുമ്പോൾ സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു. സ്നേഹം മരണമാണെന്നു ഞാൻ കാണുന്നു. സ്നേഹം ബലിയായി തീരുന്നു, ചങ്കും ചോരയുമേകുന്നു. സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു. സ്നേഹം കുർബാനയായി മാറുന്നു. ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ. അന്തിമ പെസഹ വേളയിൽ യേശു തൻ്റെ ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയതിന് ശേഷമാണ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. ഈ രണ്ട് മേഖലകളെ ഒരുമിച്ച് ചേർത്തുള്ളൊരു ശുശ്രൂഷയാണ് ഇവിടെ നടക്കുന്നത്. ഏറ്റവും നിരാലംബരും അഗതികളും എല്ലാ മേഖലയിലും എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരുമായവർക്ക് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷയുടെ അടിസ്ഥാനം തന്നെ മുറിച്ച് പങ്കുവെച്ചു കൊടുത്ത യേശുവിൻ്റെ വിശുദ്ധ ബലിയർപ്പണം തന്നെയാണ്. അവിടെ യേശു അപ്പവും വീഞ്ഞും എടുത്ത് തൻ്റെ ശിഷ്യർക്ക് പകുത്തു കൊടുത്തുകൊണ്ട് പറഞ്ഞത്, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരം, അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തം. അങ്ങനെ സ്വയം മുറിച്ച് പങ്കുവച്ച് സകലരെയും മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും സഹനങ്ങളിൽ നിന്നും അതുപോലെ മനുഷ്യൻ ബന്ധനത്തിലായിരിക്കുന്ന എല്ലാ അവസ്ഥകളിലും ദാരിദ്ര്യവും രോഗവും ദുരിതവും എല്ലാം മനുഷ്യൻ ബന്ധനത്തിലായിരിക്കുന്ന അവസ്ഥയാണ്. ഇവയിൽ നിന്നെല്ലാം വിടുതൽ നൽകി വീണ്ടെടുക്കുന്നത് യേശുവിൻ്റെ ദിവ്യകാരുണ്യ ബലിയിലൂടെ തന്നെയാണ്. ആ ബലിയിൽ യേശു സ്വയം മുറിച്ച് പങ്കുവെച്ചു കൊടുത്തതുപോലെ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നവരും തങ്ങളെയും തങ്ങളുടെ ജീവനും ആയുസ്സും ആരോഗ്യവുമെല്ലാം ദൈവത്തിന് പ്രിയപ്പെട്ട ദൈവമക്കൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ലോകത്തിന് മുമ്പിൽ ഏറ്റവും ചെറുതായ ഈ മക്കൾക്ക് വേണ്ടി, ലോകത്തിന് മുമ്പിൽ ഒരു വിലയില്ലാത്ത നിലയില്ലാത്ത ഏറ്റവും താഴെ കാണപ്പെടുന്ന തെരുവോരങ്ങളിലും അതുപോലെ കടത്തിണ്ണകളിലെ ബസ് സ്റ്റാൻഡിലോ അതുപോലെ ജീവിത സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ ഇവർക്ക് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷ കാൽവരിയിലെ ബലിയർപ്പണത്തിൻ്റെയും പെസഹാവേളയിലെ ബലിയർപ്പണത്തിൻ്റെയും അതേ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന അനുഭവമായിട്ട് തന്നെയാണ് ദിവ്യകാരുണ്യ മിഷണറി സഭാംഗങ്ങൾ, പ്രത്യേകിച്ച് ജോർജ് കുറ്റിക്കൽ അച്ഛനും അച്ഛൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചവരും ചെയ്യുന്നത്. അതേ ശുശ്രൂഷ തന്നെയാണ്. 1994 ഇടുക്കി പാണ്ടിപ്പാറ സെയിൻറ്റ് ജോസഫ് ചർച്ചിലെ അൾത്താരയ്ക്ക് മുൻപിൽ തുടക്കം കുറിച്ച തൻ്റെ ബലിജീവിതം ഇന്നിതാ 25 വർഷങ്ങളുടെ സ്വർഗീയ കൃപകളാൽ ധന്യമായി
ഈ ആശ്രമത്തിൻ്റെ സുഗന്ധമായി ഈ മണ്ണിൽ അലിയുന്നു. ക്രിസ്തു സ്നേഹത്തിൻ്റെ നിലയ്ക്കാത്ത പ്രവാഹം പോലെ അൾത്താരയിൽ നിന്നും ഒഴുകുന്ന സ്നേഹസുഗന്ധമായി ആകാശപ്പറവുകളുടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തിയും പ്രഭാതത്തിലെ വിശുദ്ധ ബലി അർപ്പിച്ചതിന് ശേഷമാണ് തൻ്റെ ശുശ്രൂഷകളിലേക്ക് കടക്കുന്നത്. അവിടെ ഓരോ ബലിയിലും ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ച് സ്വയം ബലിയായി തീർന്ന യേശുവിൻ്റെ ബലിയിൽ തന്നെയും അതോടൊപ്പം തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളെയും ദൗത്യങ്ങളെയും അതോടൊപ്പം ദൈവത്തിൻ്റെ മക്കളെ എല്ലാം ഈ ബലിയിൽ സമർപ്പിച്ച് ആ ബലിയുടെ ചൈതന്യത്തോടു കൂടിയാണ് ശുശ്രൂഷയിലേക്ക് കടക്കുന്നത്. അവിടെ ഒരുവൻ പോലും നശിച്ചു പോകരുതെന്ന് ആഗ്രഹിച്ച ക്രിസ്തു തന്നെ സകലരുടെയും വിമോചനത്തിന് വേണ്ടി പങ്കുവച്ചു കൊടുത്തതുപോലെ ആ പങ്കുവയ്ക്കലിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ കടന്നു വരുന്ന എല്ലാവരും ഇതേ കാഴ്ചപ്പാടോടുകൂടിയാണ് കടന്നു വരുന്നത്. സഹായിക്കാൻ വരുന്ന ഉപകാരികൾ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഉൾക്കൊണ്ട അതേ ചൈതന്യത്തിൻ്റെ ഭാഗമായി തങ്ങൾക്കുള്ളത് പങ്കുവയ്ക്കുന്നു. അത് സ്വീകരിക്കുന്നവരും ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് അപ്രകാരം സ്വീകരിക്കപ്പെടുന്നത് എല്ലാവർക്കുമായിട്ട് പങ്കുവയ്ക്കുന്നു. അവിടെ രോഗി അവൻ്റെ രോഗത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്നതിനും അതുപോലെ എല്ലാം നഷ്ടപ്പെട്ട് നിരാശയുടെ ആഴങ്ങളിലേക്ക് അകപ്പെട്ടു പോയവർ പ്രത്യാശയുടെ തുറമുഖമായ ദിവ്യകാരുണ്യത്തിലേക്ക് എത്തിനോക്കി ഇനിയും കൈപിടിച്ചുയർത്താൻ രക്ഷകനായ ക്രിസ്തു ഉണ്ട് എന്ന ആഴമായ ബോധ്യത്തിൻ്റെ വിശ്വാസത്തിലേക്കും കടന്നു വരുന്നതും അതുപോലെ തകർച്ചകളുടെയും കഷ്ടതകളുടെയും വഴികളിൽ എല്ലാം കൈവിട്ടു പോയവർക്ക് അഭയം തേടി ഇവിടേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് ദിവ്യഹൃദയാശ്രമമാണ്. എല്ലാവരെയും സ്വീകരിച്ച് എല്ലാവർക്കും എല്ലാമായി തീരുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം അവരവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പങ്കുവച്ചു കൊടുത്ത് ക്രിസ്തുവിൻ്റെ സമഗ്ര വിമോചനത്തിൻ്റെ വിടുതൽ പ്രാപിക്കുവാനായിട്ട് ഈ ആശ്രമത്തിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. ക്രിസ്തുവിൻ്റെ ചില ചിത്രങ്ങൾക്ക് ഭംഗിയേറെയാണ്. ഇത് ഈ ആശ്രമത്തിലെ ഒരാൾ തൻ്റെ ചായക്കൂട്ടുകളാൽ വരച്ചു ചേർത്ത ക്രിസ്തു മുഖം. അതെ, ചിലർക്ക് തൻ്റെ ജീവിത നിറങ്ങളാൽ തന്നെ ക്രിസ്തുവിൻ്റെ മുഖം ലഭിക്കുന്നു. കണ്ണീർ തുടയ്ക്കുന്ന ക്രിസ്തു മുഖം, കുഞ്ഞാടിനെ തോളിൽ കിടത്തുന്ന ഇടയൻ്റെ മുഖം, മുറിവേറ്റവനെ ആശ്വസിപ്പിക്കുന്ന കാരുണ്യത്തിൻ്റെ മുഖം. കഴിഞ്ഞ 22 വർഷങ്ങളായിട്ട് ഞാൻ ഈ ഭവനത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. എന്നെ സംബന്ധിച്ച് ഒരു സമയത്ത് സഭ എന്നെ നിയോഗിച്ച ഒരു ദൗത്യമാണ്. ആ ശുശ്രൂഷയിലായിരിക്കുന്നതിനകത്ത് എൻ്റേതായ വ്യക്തിപരമായ ദൈവവിളിയുടെയും പൗരോഹിത്യത്തിൻ്റെയും സമർപ്പിത ജീവിതത്തിൻ്റെയും അർത്ഥം കണ്ടെത്താൻ ഞാൻ ശ്രമിക്കുന്നു. ഇവിടെ ആയിരിക്കുക എന്ന് പറയുന്നത് സമ്മിശ്രണമായൊരു അനുഭവമാണ്. ഒരേ സമയം ബലി അർപ്പിക്കുക, അതോടൊപ്പം തന്നെ ബലിയാവുകയും ചെയ്യുന്ന അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വാസ്തവത്തിൽ യേശുവിൻ്റെ ബലിയിൽ പങ്കുചേരുക എന്ന് പറയുന്നത് കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെയുള്ള യേശു കടന്നുപോയ ജീവിതാനുഭവങ്ങളിലൂടെ ആ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഒരുവനും കടന്നു പോകുക എന്നത് തന്നെയാണ്. അതിലൂടെ ആത്യന്തികമായിട്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്ത രക്ഷയുടെ നിത്യാനന്ദത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഇതെൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു നിയോഗവും ദൗത്യവുമായിട്ടാണ് ഞാൻ ഈ ശുശ്രൂഷയെ കാണുന്നത്. അതോടൊപ്പം ഇവിടെ ഈ ഭവനത്തിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ ജീവിത അനുഭവങ്ങളിലൂടെ ഞാനും കടന്നു പോകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കൈപ്പേറിയതും മധുരിക്കുന്നതുമായ അനുഭവങ്ങൾ അതാത് ദിവസത്തെ ബലിയിൽ കാഴ്ചവെക്കുന്നു. അത് ചിലപ്പോൾ മുറിക്കപ്പെടുന്നതാകാം, വേദനിപ്പിക്കുന്നതാകാം, ചിലപ്പോൾ സന്തോഷം പകരുന്നതാകാം. എന്നാൽ അവയെല്ലാം സ്വീകരിച്ച് യേശുവിനോടൊപ്പം യേശു ഈ അനുഭവങ്ങളിലൂടെ എല്ലാം കടന്നുപോയി ഒടുവിൽ
പിതാവിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായിട്ട് തന്നെ സമർപ്പിച്ച്, ഇതാ പിതാവെ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തന്നെ സമർപ്പിച്ചതുപോലുള്ള അതേ സമർപ്പണത്തിൻ്റെ വഴിയിലാണ് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോരുത്തർ. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചും അത്തരത്തിലൊരു സമർപ്പണത്തിൻ്റെ വഴിയിലാണ് ഞാൻ മുന്നേറുന്നത്. അതിലൂടെ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെന്നായ്പാറ എന്ന ഈ കുന്നിൻ ചെരുവിൻ്റെ ചാരെ ഇലകൾ കൊഴിഞ്ഞ ഈ മരച്ചില്ലകൾ പോലെ ചില ആകാശപ്പറവകൾക്ക് ചേക്കേറാൻ ചില്ലകൾ ഒരുക്കുന്ന ഒരു ജീവിത ചിത്രം. അതെ, വാങ്ങി ഭക്ഷിക്കുവിൻ, വാങ്ങിക്കുടിക്കുവിൻ എന്ന് ക്രിസ്തു പറഞ്ഞത് അപ്പവും വീഞ്ഞുമല്ല, സ്വന്തം ശരീരവും രക്തവുമാണെന്ന തിരിച്ചറിവ് ഈ വൈദികന്റെ ജീവിതത്തെയും മുറിയപ്പെടാൻ നിർബന്ധിതനാക്കുന്നു. സ്വന്തം ജീവിതം കാസയിൽ പകരുന്ന ഈ വൈദികന്റെ ആത്മാർപ്പണം തന്നെയല്ലേ വിശുദ്ധ കുർബാന.